ഇന്ന് ഓഗസ്റ്റ് 26 പൊന്നിൻ തിരുവോണമാണ്. കൃത്യം ഒരു മാസത്തിനപ്പുറം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പാണ് സെപ്റ്റംബർ 26-ന്. ടിക്കറ്റ് വില 500 രൂപയാണ്. അതിൽ മാറ്റമൊന്നും തന്നെയില്ല. പക്ഷേ ഒന്നാം സമ്മാനം 25 കോടിയിൽ നിന്ന് 30 കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പൂരാടത്തിനും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ചതയത്തിനുമൊക്കെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഭാഗ്യദേവത കടാക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷ സ്ഥിരമായി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ട് എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ടിക്കറ്റ് സീരീസ് TA, TB, TC, TD, TE, TG, TH, TJ, TK, TL എന്നുള്ള ക്രമത്തിലാണ് ടിക്കറ്റിൻ്റെ സീരീസ് വരുന്നത്. ഒന്നാം സമ്മാനം 30 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്കാണ്. ഓരോ സീരീസിലും 2 വീതം ലഭിക്കുകയും ചെയ്യും. മൂന്നാം സമ്മാനമായി 25 ലക്ഷം രൂപ വീതം 20 പേർക്കാണ് ലഭിക്കുക. ഓരോ സീരീസിലും 2 വീതം സമ്മാനമായിട്ടുള്ള ടിക്കറ്റുകൾക്കാണ് ഈ മൂന്നാം സമ്മാനം ലഭിക്കുകയും ചെയ്യുക. നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 10 പേർക്കാണ്. അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 10 പേർക്ക് ലഭിക്കും. ആറാം സമ്മാനമായി 5000 രൂപ വീതം 54,000 പേർക്കാണ്. ഏഴാം സമ്മാനമായി 2000 വീതം 81,000 പേർക്ക് ലഭിക്കുകയും ചെയ്യും. എട്ടാം സമ്മാനം 1000 രൂപ വീതം 1,24,200 പേർക്കാണ്. ഒൻപതാം സമ്മാനം 500 രൂപ വീതം 2,75,400 പേർക്കും ലഭിക്കുകയും ചെയ്യും. സമാശ്വാസ സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 9 പേർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രത്യേകത. അങ്ങനെ ആകെ സമ്മാനത്തുകയായി 125 കോടി 54 ലക്ഷം രൂപ ലഭിക്കും. അടുത്ത മാസം 26-നാണ് ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടക്കുക. പാലക്കാടാണ് കഴിഞ്ഞ നാളുകളിൽ ടിക്കറ്റ് കൂടുതലായി വിറ്റുപോയതെങ്കിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ വിറ്റുപോയതെങ്കിൽ ഈ വർഷം അത് മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും കൂടി വലിയ രീതിയിൽ വ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷ ലോട്ടറി വ്യാപാരികൾക്കുണ്ട്. കൃത്യം ഒരു മാസത്തിനപ്പുറം തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടക്കാനിരിക്കുന്നു. പ്രതീക്ഷയോടുകൂടി ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ള കാത്തിരിപ്പിലാണ് ഭാഗ്യാന്വേഷികൾ നിലവിലുള്ളത്. പത്മകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.